രണ്ടാം മോദി സർക്കാർ രാജിവെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയുടെ വസതിയിലെത്തിയാണ് രാജിക്കത്ത് കൈമാറിയത്. കാവൽ പ്രധാനമന്ത്രിയായി തുടരാൻ നരേന്ദ്രമോദിയോട് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആവശ്യപ്പെട്ടു. 17ാം ലോക്സഭ പിരിച്ചുവിടാൻ കേന്ദ്ര മന്ത്രിസഭ ശുപാർശ ചെയ്തു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചന. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, ഡൽഹിയാണ് ഇപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ എത്തി നിൽക്കുന്നത്. ഡൽഹിയിലാണ് അതിനിർണായകമായ യോഗങ്ങൾ നടക്കുന്നത്. ഒന്ന്, ഇന്ത്യ മുന്നണി യോഗം ഇന്ന് ഡൽഹിയിൽ ചേരാനിരിക്കുകയാണ്. മാത്രമല്ല NDAയുടെ യോഗവും ഡൽഹിയിൽ ചേരുന്നുണ്ട്. എന്താണ് ഈ യോഗങ്ങളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഇന്ന് ഇതിൽ തന്നെ വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളത് ഒന്ന്, ഈ സഖ്യകക്ഷികൾ, അതിലേക്കാണ് എല്ലാവരുടെയും കണ്ണുകൾ എത്തി നിൽക്കുന്നത്. ഏതൊക്കെ നേതാക്കൾ നിലവിൽ ഈ യോഗത്തിനായി ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്? യോഗം എപ്പോൾ ആരംഭിക്കും? രണ്ട് മുന്നണികളുടെയും യോഗം 2 മണിക്കൂർ ഇടവേളകളിലായിട്ടാണ് ഡൽഹിയിൽ നടക്കാനായിട്ട് പോകുന്നത്. 4 മണിക്ക് NDAയുടെ യോഗം ചേരും. അതിനുശേഷം 2 മണിക്കൂർ കഴിഞ്ഞ് ഇന്ത്യ മുന്നണിയുടെ യോഗവും ചേരും. വളരെ നിർണായകമാണ് ഈ യോഗങ്ങൾ എന്ന പ്രഭുതിയുടെ നിരീക്ഷണം അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അതിന് ശരിവെക്കുന്ന വിധത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് ഡൽഹി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. NDA പക്ഷത്തുള്ള എല്ലാ നേതാക്കന്മാരും ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രദ്ധേയമായിട്ടുള്ള ഒരു അസാന്നിധ്യം അജിത് പവാറിൻ്റെതാണ്. ബാരാമതിയിൽ ഉണ്ടായ പരാജയത്തിൻ്റെ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇന്നത്തെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കില്ല എന്ന വിവരമാണ് ഇതുവരെ വരുന്നത്. അതിനിടെ രണ്ടാം നരേന്ദ്രമോദി സർക്കാർ രാജിവെച്ചു. ഈ മൂന്നാമത് അധികാരമേൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രാജി സമർപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ ശുപാർശ അനുസരിച്ചാണ് ഈ രാജി കത്ത് പ്രധാനമന്ത്രി രാഷ്ട്രപതിയുടെ വീട്ടിലെത്തി അത് കൈമാറിയിരിക്കുന്നത്. രാഷ്ട്രപതി ഭവനിലെത്തിയ പ്രധാനമന്ത്രിയോട് കാവൽ പ്രധാനമന്ത്രിയായിട്ട് തുടരാൻ 3 ദിവസത്തോളം കാവൽ സർക്കാരായി തുടരാനായിട്ടുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ രാഷ്ട്രപതി നൽകിയിരിക്കുന്നത്. 17ാം ലോക്സഭ പിരിച്ചുവിടാനായിട്ടുള്ള നിർദ്ദേശവും ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ശുപാർശ ഇതിനകം തന്നെ ലോക്സഭാ സെക്രട്ടേറിയറ്റിന് കൈമാറുകയും രാഷ്ട്രപതി ഭവന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ നടപടികൾ, രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ, 17ാം ലോക്സഭ പിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഒക്കെ പൂർത്തിയായി കഴിഞ്ഞു. ഇനി 18ാം ലോക്സഭയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളാണ്. ഈ 17ാം ലോക്സഭ ഡിസോൾവ് ചെയ്യുന്ന മുറയ്ക്ക് 18ാം ലോക്സഭ രൂപീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഉണ്ടാകും. അതിന് സമാന്തരമായിട്ട് തന്നെ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കാനാണ് ഇപ്പോൾ NDA തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ചേരുന്ന NDA യോഗത്തിൽ സർക്കാർ രൂപീകരിക്കാനായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളും. അതിനുശേഷം എല്ലാ കക്ഷികളും രാഷ്ട്രപതി ഭവനിലെത്തി അവരുടെ പിന്തുണ കത്ത്, BJPയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിനുള്ള പിന്തുണ കത്ത് രാഷ്ട്രപതിക്ക് കൈമാറും. തുടർന്നായിരിക്കും രാഷ്ട്രപതി സർക്കാർ ഉണ്ടാക്കാനായി വീണ്ടും നരേന്ദ്രമോദിയെ ക്ഷണിക്കുക. ഇന്നത്തെ NDA യോഗത്തിൽ ഇതടക്കമുള്ള തീരുമാനങ്ങൾ, ഈ സർക്കാർ രൂപീകരിക്കാൻ അടക്കമുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടുകൊണ്ടായിരിക്കും സുപ്രധാനമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുക. എന്നാൽ അനൗദ്യോഗികമായിട്ട് ചില ചർച്ചകൾ NDAക്കുള്ളിൽ നടക്കുന്നുണ്ട്. അത് ഈ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മന്ത്രിസഭയുടെ ഘടന ഒരുപക്ഷെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് പോലെ BJPക്ക് ഏകപക്ഷീയമായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്ന ഒന്നായിരിക്കില്ല. മറിച്ച് പ്രധാനപ്പെട്ട വകുപ്പുകൾ ഇതിനകം ആവശ്യപ്പെട്ടുകൊണ്ട് ചന്ദ്രബാബു നായിഡുവും ഒപ്പം നിതീഷ് കുമാറും രംഗത്ത് എത്തിയിട്ടുണ്ട്. ചന്ദ്രബാബു നായിഡു സ്പീക്കർ പദവിയും ഒപ്പം 3 ക്യാബിനറ്റ് റാങ്കും 2 സഹമന്ത്രി പദവുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിതീഷ് കുമാറും സമാനമായിട്ട് സ്പീക്കർ പദവി അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും 3 ക്യാബിനറ്റ് പദവിയും 3 സഹമന്ത്രി പദവും അടക്കമുള്ള ആവശ്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇക്കാര്യത്തിൽ BJP ഉഭയകക്ഷി ചർച്ചകളിലൂടെ തീരുമാനം കൈക്കൊള്ളും. സുപ്രധാനമായിട്ടുള്ള വകുപ്പുകൾ കൈമാറില്ല എന്ന് BJP ഇതിനകം തീരുമാനിച്ചിട്ടുണ്ട്. ആഭ്യന്തരം, പ്രതിരോധം, ധനകാര്യം ഇവ BJP തന്നെ കൈയാളും. കൃഷി ഒരുപക്ഷെ ജനതാദൾ യുണൈറ്റഡിന് നൽകിയേക്കും. ഒപ്പം റെയിൽവേയും അവർക്ക് നൽകാനായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. പാസ്വാന് ഭക്ഷ്യ സിവിൽ സപ്ലൈസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചുമതലയായിരിക്കും നൽകുക എന്നുള്ളതും ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏതായാലും നിർണായകമായിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നത്. 4 മണിക്ക് NDA യോഗം നടക്കും. 6 മണിക്ക് നടക്കുന്ന ഇന്ത്യ മുന്നണി യോഗം ഏത് സാഹചര്യത്തിലും BJP അധികാരത്തിലെത്തുന്നതിന് തടയുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചേരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തങ്ങൾ NDA മുന്നണിക്കൊപ്പം ഉറച്ചു നിൽക്കും എന്ന് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും പ്രഖ്യാപിച്ച
പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മറ്റു തുടർ രാഷ്ട്രീയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനാകും ഇന്ത്യ മുന്നണി യോഗം പ്രാധാന്യം നൽകുക. ഇന്ത്യ മുന്നണിക്ക് ഇപ്പോൾ ഒരു ചെയർമാൻ ഇല്ല. മാത്രമല്ല, പുതിയ ലോക്സഭ യാഥാർത്ഥ്യമാകുമ്പോൾ അതിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് കോൺഗ്രസിന് അർഹതയുണ്ടാകും. ഇതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ തീരുമാനിക്കും. ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിന് ഒരു സംവിധാനം വേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സംവിധാനം എങ്ങനെ വേണം, കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പാർലമെന്ററി സംവിധാനം എങ്ങനെ വേണം എന്നതടക്കമുള്ള ചർച്ചയും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഏതായാലും വളരെ നാടകീയമായിട്ടുള്ള നീക്കങ്ങൾക്ക് ഡൽഹി സാക്ഷ്യം വഹിക്കുകയാണ്. ചില കക്ഷികളെ, ഇരുഭാഗത്തെയും ചില കക്ഷികളെ പരസ്പരം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് എന്നതും ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ്. പ്രവിധ. ശ്രീ ആർ രാധാകൃഷ്ണൻ വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും എല്ലാ കണ്ണുകളും ഡൽഹിയിലേക്കാണ്. അവിടെ നിർണായകമായിട്ടുള്ള യോഗങ്ങൾ നടക്കുകയാണ്. സർക്കാർ രൂപീകരണ ചർച്ചയുമായി ഇരു മുന്നണികളും നിർണായക യോഗത്തിനുള്ള ഒരുക്കത്തിലാണ്. വിവരങ്ങളാണ് ആർ രാധാകൃഷ്ണൻ നൽകിയത്.